ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കേക്കിൻ്റെയാണ് കേട്ടോ. സാധാരണ നമ്മൾ മുട്ടയും മൈദയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന കേക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് പരിപ്പ് വെച്ചിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ നമ്മൾ റെഡിയാക്കണത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ അത്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു കടലപ്പരിപ്പ് അരക്കപ്പ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാമാണ് കേട്ടോ. ഗ്രാം അളവ് പറയുമ്പോൾ അപ്പം അതിൽ നല്ലോണം ഒന്ന് 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കണേ. ഇപ്പോൾ ഇതാ ഒരു 2 മണിക്കൂറിന് ശേഷം നല്ലോണം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഊറ്റിക്കളയാം. അതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു പ്രഷർ കുക്കറിലേക്ക് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ പരിപ്പൊക്കെ നല്ലോണം വെന്തതിന് ശേഷം ഞാനിതാ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. നല്ലോണം ഒന്ന് ആറിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഇതാ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ നല്ലോണം ചൂടാറിയിട്ടതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്കൊരു അരക്കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കേണ്ടത്. നല്ല തണുത്തതും നല്ല ചൂടുള്ളതും ഒഴിക്കരുത്. ഇനി ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത്രയും നല്ല സോഫ്റ്റായിട്ട് വേണം കേട്ടോ നമുക്കിത് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മെയിനായിട്ടുള്ള കാര്യം മുട്ടയാണ്. 5 മുട്ടയാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. ഞാനിത് പൊട്ടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പിന്നെ അരച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതിലേക്ക് പിന്നെ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു മിക്സ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അരക്കപ്പ് പഞ്ചസാരയാണ്, അതായത് നമ്മൾ നേരത്തെ കടലപ്പരിപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ 100 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക്. കറക്റ്റായിട്ടുള്ളൊരു മധുരത്തിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ചേർക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഒരുപാട് ലൂസും ആവരുത്, നല്ലോണം ടൈറ്റും ആവരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു പഴയ പാനൊന്ന് ചൂടാക്കി വെക്കുകയും ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു പാൻ റെഡിയാക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഇപ്പുറത്തെ സ്റ്റൗവിലേക്ക് മറ്റേ പാനും കൂടി റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ ഏകദേശം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോഴൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെക്കേണ്ടത്. തീ കുറച്ച് വെക്കാനേ പാടില്ല. ഇപ്പോൾ ഇതാ ഈ സൈഡ് ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് എന്താ പറയുക തിള വരുന്ന സമയത്ത് ഞാനിത് മറ്റേ സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഡയറക്റ്റായിട്ട് ഫ്ലെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിത് ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നത്. നമ്മൾ കേക്ക് ഉണ്ടല്ലോ മുഴുവനായിട്ടൊന്ന് വെന്തിട്ട് വരാനായിട്ട് ഏകദേശം ഒരു 25 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏകദേശം ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും ഇതിൻ്റെ സെൻറ്റർ ഭാഗമൊന്നും വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ കാണാനും ഒരു ഭംഗി ഉണ്ടാവും. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിലും നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളിത് ഓപ്പൺ ആക്കിയത്. ഇനി ബാക്കിയുള്ള സമയം നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കേക്ക്. എന്താ എല്ലാ ഭാഗത്തുനിന്ന് സെൻറ്റർ ഭാഗമൊക്കെ വെന്തിട്ട് നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാനൊരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കിയിട്ട് കണ്ട ഉൾഭാഗമൊക്കെ നല്ലോണം ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അടിഭാഗം കരിയെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഫ്ലെയിമിൻ്റെ കാര്യം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണേ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. നമ്മൾ സാധാരണത്തെ ഉണ്ടാക്കുന്ന കേക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്ക് എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്കിന് ഉണ്ടാവുക.
ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടൈമിങ്ങും അതേപോലെ ചേർക്കുന്ന കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കല്ലേ, വേഗം ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ, മറക്കരുതേ. ഇന്നത്തെ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്കിതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.